അർച്ചനയ്ക്ക് എന്താ നിന്നോട് സംസാരിച്ചൂടെ? വേണ്ട, അതെനിക്കിഷ്ടമല്ല. ഞാൻ എന്റെ കാര്യം നോക്കി ജീവിച്ചോളാം. അതിനിടയിലേക്ക് ഇവര് വരുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ ജീവിതം ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ ഉള്ളിൽ സന്തോഷിക്കുമെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്റെ അച്ഛന്റെ ഏട്ടന്മാരുടെ മുമ്പിൽ എന്നെ മോശക്കാരിയാക്കണമായിരുന്നു. അത് നടന്നല്ലോ. ഇനി എന്തിനാ നിക്കുന്നേ? എന്റെ ശവം കണ്ടാലും നിങ്ങൾക്ക് തൃപ്തിയാവുന്നുണ്ടോ? വേണ്ട, അവക്ക് യാതൊരു ബോധവുമില്ല. അത്രയ്ക്ക് കുടിച്ചിട്ടുണ്ട് അവള്. ഇതിനു മുമ്പ് എപ്പോഴേലും നന്ദേട്ട ഇതുപോലെ ഇവളെ കണ്ടിട്ടുണ്ടാവും. അതാവും ജാമ്യം എടുക്കാനും ധനുഷിനെ പുറത്തിറക്കാനും ഏട്ടൻ തീരുമാനിച്ചത്. നന്ദേട്ടനെ കുറ്റം പറയാനാവില്ല സച്ചേട്ടാ. ഇവളെ ഈ അവസ്ഥയിലും ഈ മനോഭാവത്തിലും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. അനക്കെ പിടിക്ക, ഇവളെ റൂമിൽ കൊണ്ടാക്കാം. വാങ്ങോട്ട്. വേണ്ട, ഇങ്ങോട്ട് കിടത്ത കിടക്ക. എന്റെ ജീവിതം ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ ഉള്ളിൽ സന്തോഷിക്കുമെന്ന് എനിക്കറിയാം. ഏട്ടത്തി, ഞാൻ പാവം ഏട്ടത്തി. കുഞ്ഞിന് ഇന്ന് രാത്രി ആവശ്യം വന്നാ അത് നമുക്ക് കൊടുക്കണ്ടേ? അത് നമ്മൾ കൊടുത്താൽ ശരിയാവില്ലടോ. അറിയാവുന്നവരെന്നെ കൊടുക്കണം. അർച്ചന കൈ കൊടുക്കുന്നത് നിനക്ക് ഇഷ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മീരയുടെ കൈ തന്നെ കൊടുത്തു. അല്ലെങ്കിലും അർച്ചനേച്ചിയുടെ കയ്യിൽ എന്തിനാ കൊടുക്കുന്നേ? അത് കുഞ്ഞിന് കൊടുക്കാനുള്ള പരിചയം ഇപ്പൊ ചേച്ചിക്കില്ലല്ലോ. അതിലും ഭേദം ഞാൻ തന്നെയാ. അല്ല, മീരടുത്ത് എങ്ങനെ അത് കൊടുക്കും? മീരടുത്ത് ഇന്ന് മുതൽ ഇവിടെയാണോ കിടക്കുന്നത്? അല്ലല്ല, രാത്രി കുഞ്ഞിനെ നമ്മൾ മീരടുത്തിലെടുത്ത് കിടത്തും.
മണിക്കൂറുകൾ ഇടവിട്ട് മീരയെടുത്ത് മോൾക്ക് മരുന്ന് കൊടുത്തോളൂ. പാല് കൊടുക്കാൻ സമയമാകുമ്പോ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. അതൊക്കെ വലിയ പാടല്ലേ സന്ദീപ്. പിന്നെ മീരടുത്തേക്ക് അത് ബുദ്ധിമുട്ടാവും. മരുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാൻ കൊടുത്തു നോക്കായിരുന്നല്ലോ. അവിടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ടാ മീരയെടുത്ത് ഞാനത് ഏൽപ്പിച്ചത്. മാത്രല്ല ആവണി മോളെയൊക്കെ നോക്കി മീരയെടുത്തേക്ക് പരിചയമുണ്ടല്ലോ. അപ്പോ അതല്ലേ ബെസ്റ്റ്. ആതിരെ, വാവ ഉറങ്ങിയോ ആന്റി? ഉറങ്ങി മോളെ. ആ മീരയെടുത്തി ദേ കുഞ്ഞിന്റെ ശ്വാസതടസ്സം ഉണ്ടായാൽ അപ്പൊ തന്നെ മരുന്ന് കൊടുത്തേക്കണേ. അത് ഞാൻ ഏറ്റു. കറക്റ്റ് സമയത്ത് ഞാൻ കൊടുത്തിരിക്കും. അല്ല, സന്ദീപ് ഈ മുറിയിലാണോ കിടക്കുന്നേ? പണ്ടൊക്കെ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിന്റെ മുറിയിലെ ഭർത്താക്കന്മാരെ ഉറങ്ങാൻ സമ്മതിക്കില്ല. അവരോട് മാറിക്കിടക്കാൻ പറയും. ആ, ഇപ്പൊ പിന്നെ അങ്ങനെയുള്ള ആചാരങ്ങളൊന്നും ഇല്ലല്ലോ. അമ്മ പറയുന്നത് പഴയ ആൾക്കാരുടെ കാര്യം അല്ലേ അമ്മേ? അതെ അതെ, അങ്ങനെ എത്ര ആചാരങ്ങള്. ആ, എല്ലാം പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ ആചാരങ്ങൾ നോക്കുന്നത് നല്ലതായിരിക്കും. അല്ല, നമ്മുടെ ഒരു സമാധാനത്തിനെ. അതെ, ഞാൻ മോളെ കൊണ്ടുപോവാണേ. വാ 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 വാ. ഓ, വിശന്നിട്ട് കരയുകയാണെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരാം. ശരി അടുത്ത്. എന്തിനാ? വാ. മീരടുത്തി പറഞ്ഞു കേട്ടോ, പ്രസവിച്ച പെണ്ണുങ്ങളുടെ കൂടെ മുറിയിൽ കിടന്നൂടാന്ന്. ഓ പിന്നെ പഴയ ആളുകൾ അങ്ങനെ പലതും പറയും. അതൊന്നും നീ കാര്യാക്കണ്ട. ഞാൻ സന്ദീപിന്റെ മടിയില് കുറച്ചേരം കിടന്നോട്ടെ. ആഹാ, വന്ന് കിടക്കടോ. ഈ മടിത്തട്ട് നിനക്കുള്ളതല്ലേ. വാ. എത്ര ദിവസമായി ഇങ്ങനെ സന്ദീപിന്റെ മടിയിലൊന്ന് കിടന്നിട്ട്. കുഞ്ഞുങ്ങളൊക്കെ ആവുമ്പോ അങ്ങനെ തന്നെടോ. അവർക്ക് വേണ്ടി നമ്മള് സന്തോഷങ്ങളെല്ലാം മാറ്റിവെക്കേണ്ടി വരും. ഇനിയുള്ള നമ്മുടെ ജീവിതം നമ്മുടെ കുഞ്ഞിനു വേണ്ടി കൂടെ അല്ലേ. മോള് നന്നായി വളർത്തണം, പഠിപ്പിക്കണം. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ വീട് കിട്ടുന്ന ചില അപൂർവ നിമിഷങ്ങളിൽ നമുക്ക് സന്തോഷിക്കാം. അങ്ങനെ ഇപ്പൊ സന്തോഷിക്കണ്ട. ഇനി അങ്ങനെ സന്തോഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം കുഞ്ഞിനെ ഏട്ടത്തിന്റെ മുറിയിലേക്ക് കൊടുത്തയച്ചാണോ? ഏയ് അല്ലല്ല, കുഞ്ഞിന്റെ കാര്യം കഴിഞ്ഞുള്ളൂ, ബാക്കിയെല്ലാം. കുഞ്ഞ് കഴിഞ്ഞാ പിന്നെ അമ്മ. നിങ്ങൾ രണ്ടുപേരും എന്റെ എല്ലാം. പാലുകൊടുക്കാൻ സമയമാകുമ്പോഴേ ഫോണിൽ വിളിച്ചാ മതി. ഞാൻ വന്നെടുത്ത് ആതിരയുടെ അടുത്ത് കൊണ്ടുപോവാ. വട്ടി വാങ്ങിക്കും. ശരി, ഓക്കെ.
കരയണ്ട 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 കരയണ്ട. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ. ഓ 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 ഓ. സച്ചേട്ടാ ഒന്ന് എണീറ്റേ. ഓ ഓ ഓ ഓ ഓ ഓ ഓ കിടത്ത്. ഓ ഓ ഓ ഓ ഓ ഓ ഓ. ഓ ഓ ഓ. ഏയ് ഇല്ല 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 ഇല്ല. ഭാവി എന്താണ്? ഓ ഓ ഓ ഓ ഓ ഓ. സുന്ദരി എന്താ ചക്ര? ചക്കടു. ഇടിച്ചോയോ? എന്താണ്? നന്ദേട്ടാ, ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീ ഇവിടെ ഇങ്ങനെ ഒരുങ്ങി നിന്നിട്ടും നന്ദേട്ടൻ എന്താ അത് കാണാത്തത് പോലെ പെരുമാറുന്നത്? സുന്ദരിയായ സ്ത്രീയോ? ഞാനിവിടെ നിന്നെ മാത്രമല്ലേ കാണുന്നുള്ളൂ. നന്ദേട്ടൻ കളിയാക്കൊന്നും വേണ്ട. അത്യാവശ്യ സൗന്ദര്യമൊക്കെ എനിക്കുണ്ട്. അങ്ങനെ തന്നെ എൻ്റെ വിശ്വാസം. നിനക്ക് അത്യാവശ്യം സൗന്ദര്യമൊക്കെ കാണും. എനിക്കേ അതിനൊരു കുഴപ്പമില്ല. ഞാനിവിടെ ഇരിക്കുന്നത് നിന്റെ സൗന്ദര്യത്തിന് മാർക്കിടാനുമല്ല. ഞാൻ ആലോചിക്കായിരുന്നു, എന്തൊരു മടുപ്പായി ജീവിതം. എന്നും വഴക്കും പകയും. ഇങ്ങനെയൊക്കെ മതിയോ നന്ദേട്ടാ നമ്മുടെ ജീവിതം? ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നന്ദേട്ടനോടൊത്തുള്ളൊരു നല്ല ജീവിതം, നമുക്കൊരു കുഞ്ഞ്, അതൊക്കെ ഞാനും ആഗ്രഹിച്ചു തുടങ്ങി. നന്ദേട്ടൻ എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ നന്ദേട്ടൻ്റെ മനസ്സിലുള്ള സ്നേഹം ഇപ്പോഴും എന്നോടുണ്ടെന്ന് എനിക്കറിയാം. ഇല്ലെന്ന് നന്ദേട്ടന് പറയാൻ പറ്റുമോ? എനിക്കറിയാം അതൊക്കെ നന്ദേട്ടന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാ. നന്ദേട്ടൻ്റെ സ്വപ്നങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർത്തവളായി ഞാൻ. അതിനുള്ള ശിക്ഷയൊക്കെ ഞാൻ അനുഭവിക്കുന്നുമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ശിക്ഷയാ നമുക്ക് നഷ്ടമായ നമ്മുടെ കുഞ്ഞ്. ഉറങ്ങാൻ വന്ന നന്ദേട്ടനെ ഞാൻ ഓരോന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തുകയല്ല. എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ പറയണമല്ലോ. എത്രയൊക്കെ വാശിയും ദേഷ്യം എന്നൊക്കെ പറഞ്ഞാലും എല്ലാത്തിനുപരി ഞാനും ഒരു സ്ത്രീയല്ലേ. സ്ത്രീ എന്ന് പറഞ്ഞാൽ മജ്ജയും മാംസമൊക്കെ ഉള്ളൊരു സ്ത്രീ. അപ്പോൾ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന എല്ലാ സ്നേഹവും പരിഗണനയൊക്കെ ഞാനും ആഗ്രഹിക്കുന്നതിൽ എന്നെ തെറ്റു പറയാൻ പറ്റുമോ? നന്ദേട്ടൻ്റെ കാര്യം അങ്ങനെ തന്നെയാ. ദേഷ്യവും വാശിയൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ നല്ല പച്ചയായ മനുഷ്യരാണ് നമ്മൾ രണ്ടുപേരും. ഈ മുറിയിൽ നമ്മുടെ കലഹങ്ങൾക്കും പിണക്കങ്ങൾക്കും ഒന്നും ഒരു സ്ഥാനവുമില്ല. മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ദാ ഇവിടെ വെച്ച് മറക്കാൻ ശ്രമിക്കുക. ഒന്നിച്ച് ആഘോഷിക്കേണ്ടിയിരുന്ന ഇതുപോലുള്ള പല രാത്രികളും വഴക്കിട്ടും തമ്മിൽ തല്ലിയും കരഞ്ഞും നമ്മൾ തീർത്തു. ഇനി മുതൽ അതൊന്നും വേണ്ട. നല്ല പ്രായത്തിൽ തന്നെ നമുക്ക് നല്ലപോലെ ജീവിക്കാം. നന്ദേട്ടന്റെ അവന്തികയുടെ ദാമ്പത്യം ഒരിക്കലും ഒരു പരാജയമാവാൻ പാടില്ല. ഇത്രയും കാലത്തെ എല്ലാ വിദ്വേഷങ്ങളും ഇനി തൊട്ടുള്ള നമ്മുടെ പരസ്പര സ്നേഹത്തിനും വിശ്വാസത്തിനും മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇത് നമുക്ക് വേണ്ടി ഈശ്വരൻ തീരുമാനിച്ച രാത്രിയാ. നന്ദനും അവന്തികയും ഒന്നിക്കുന്ന രാത്രി.
എത്ര വർഷങ്ങൾക്ക് ശേഷം നന്ദേട്ടാ ഞാനിങ്ങനെ നന്ദേട്ടനെ ചേർത്ത് നിർത്തുന്നേ. അന്ന് മദ്യപിച്ച് വന്ന ദിവസം എന്റെ അനുവാദം ഇല്ലാതെയാ നന്ദേട്ടൻ എന്നെ. ഇന്നു മുതല് ഒരനുവാദത്തിന്റെ ആവശ്യമില്ല. ഇന്നു മുതല് ഞാൻ എന്നും നന്ദേട്ടന്റെയാ. പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചൊരു നിമിഷമായത്, ഞാനും നന്ദേട്ടനും ഇതുപോലെ ഒന്നിച്ച്. നീ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നിന്നോട് ഇപ്പോഴും സ്നേഹമുണ്ട്. പക്ഷെ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. കാരണമൊക്കെ നിനക്കറിയാലോ. ഇനി അതിലേക്കൊന്നും പോണ്ട നന്ദേട്ടാ. അതൊക്കെ പറഞ്ഞ് നമ്മൾ എന്തിനാ ഈ നല്ല രാത്രി നശിപ്പിക്കുന്നേ? പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നീ സ്വയം മാറി എൻ്റെ അടുത്തേക്ക് വരുന്നതിനെക്കുറിച്ച്. പക്ഷേ ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനതെല്ലാം എന്നെ മറന്നു കഴിഞ്ഞതാണ്. നിനക്ക് മാപ്പും തന്നു കഴിഞ്ഞു. അതുകൊണ്ടല്ലേ നീ ഇപ്പോഴും എൻ്റെ ഒപ്പം ഉള്ളത്. വൈകിയാണെങ്കിലും നിന്റെ ഈ തിരിച്ചറിവ് ഒരു ഭർത്താവെന്ന നിലയിൽ എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഇനി മുതൽ നീ പറഞ്ഞതുപോലെ പുതിയൊരു ജീവിതം തുടങ്ങണം നമുക്ക്. നീ ഞാനും പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും. ഇങ്ങനൊരു ഭർത്താവിനെ തന്നെയാണോ നീ ആഗ്രഹിച്ചതെന്നും എനിക്കറിയത്തില്ല. പക്ഷേ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാവന്തിക. എനിക്കറിയാത്. പലപ്പോഴും എനിക്കത് മനസ്സിലായിട്ടുമുണ്ട്. നന്ദേട്ടന് ഒരു സംശയവും വേണ്ട. ഇങ്ങനൊരു ഭർത്താവിനെ തന്നെയാ ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ ഇങ്ങനെയൊക്കെ ആവാനും ഇങ്ങനെയൊക്കെ പറയാനും ഞാനിപ്പോ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആള് അവന്തിക അല്ലാതാവണം. നീ ഉദ്ദേശിക്കുന്ന ഭർത്താവാകാൻ 7 ജന്മങ്ങൾ കാത്തിരുന്നാലും നിനക്ക് ഈ നന്ദന കിട്ടത്തില്ല. നീ എന്ത് കരുതി? ഒരു സാരിയും ചുറ്റി മുല്ലപ്പൂവും കൈ പിടിച്ച് നിന്റെ കുറെ ഡയലോഗ് കേട്ട മയങ്ങി വീഴുന്നവനാണ് ഞാനെന്നോ? എനിക്ക് നിന്നോട് വലിയ സ്നേഹമാണെന്നൊക്കെ നിനക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ടെന്നോ? എപ്പോഴാണ് നിനക്ക് അങ്ങനെ തോന്നിയത്? ഈ മുറി വെച്ച് ഞാൻ നിന്റെ കാരണം അടിച്ചു പുകച്ചപ്പോഴോ? അതോ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴോ? നീ ഏതറ്റം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടി തന്നെയാ ഞാനും മിണ്ടാതെ നിന്നത്. നേരിൽ നീ ഇങ്ങനത്തെ പരിപാടിയും കൊണ്ട് എന്റെ മുന്നിലേക്ക് വരരുത്. നന്ദേട്ടന് ആഗ്രഹമില്ലേ നല്ലൊരു കുടുംബജീവിതം വേണമെന്ന്? ഉണ്ട്. നല്ലൊരു കുടുംബം വേണമെന്നും കുഞ്ഞുങ്ങൾ വേണമെന്നും ഏതൊരാണോ ആഗ്രഹിക്കുന്ന പോലെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഭാര്യ നീ ആയിരിക്കരുതെന്ന് മാത്രം. ഒരു തവണ അനുഭവിച്ച് ചീട്ട് കയറിയവനാ ഞാൻ. ഇതൊന്നും അല്ലെന്ന് എനിക്കറിയാം. സന്ധ്യ എന്നോട് എന്താ പറഞ്ഞതെന്നും എന്തിനാണ് ധനുഷിനെ ജാമ്യത്തിൽ ഇറക്കാൻ പോകുന്നതെന്നും നിനക്കറിയണം. അതിനുവേണ്ടി കെട്ടിയ പ്രച്ഛന്ന വേഷമല്ലേ ഇത്? എന്നാ അത് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടേ ഇതൊക്കെ അങ്ങ് മാറ്റിവെച്ച് മര്യാദയ്ക്ക് അവിടെ പോയി കിടന്നുറങ്ങാൻ നോക്കും. പോ. മജ്ജയും മാംസമുള്ള ഒരുത്തി രാത്രി ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിരിക്കുന്നു. ചുരുക്കത്തിൽ കാര്യം സാധിക്കാൻ. ഇനി ഇമാതിരി വേഷം കെട്ടായിട്ട് വന്നാലേ ഈ മാംസത്തിൽ ഞാൻ പച്ചിരിമ്പ് കയറ്റും കേട്ടല്ലോ. പറഞ്ഞില്ലെന്ന് വേണ്ട. പൂവും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു ഭാര്യയും ഭർത്താവും കളിക്കാൻ. നന്ദേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക ആണോ? ഞാൻ ഇത്രയും തെറ്റിദ്ധരിച്ച സ്ഥിതിക്ക് നീ ഇനി ഇപ്പൊ എവിടെ കിടക്കണ്ട കേട്ടാ. നിനക്ക് പറ്റിയ സ്ഥലം ദേ അതാണ്. സ്വഭാവത്തിനും കിടക്കുന്ന സ്ഥലത്തിനും ഒരേ പേര് കിട്ടുക എന്നുള്ളത് അതൊരു മഹാഭാഗ്യമാണ്. ചെല്ലേ അവിടെ പോയി കട. പോ. പൂവും കൊണ്ട് നടക്കുന്നു. അവളൊരു പൂ.